നമുക്ക് സിദ്ധിനൊരു സർപ്രൈസ് കൊടുക്കാം ബർത്ത്ഡേക്ക്. സിദ്ധിന്റെ ഗിഫ്റ്റ് കൊടുക്കാം. ഒരു കാര്യം തരട്ടെ? എന്തായിരിക്കും പറയാവോ? എന്തെങ്കിലും ആയിരിക്കും. പറ എന്തായിരിക്കുന്നു. കഴിക്കുന്നതല്ലായിരിക്കും. മതി മതി അഭിനയം. എന്റെ ഗിഫ്റ്റ് നിനക്ക്. ഏത് ഗിഫ്റ്റ്? ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആര് പറഞ്ഞു വാങ്ങിച്ചു തരാന്ന്? നിനക്ക് നേരത്തെ അറിയണമല്ലോ ഏതാ ഗിഫ്റ്റ് വേണ്ടതെന്ന്. XM6 ഉണ്ട്, 5 ഉണ്ട്, 4 ഉണ്ട്. വെറും $600 മാത്രം. മതിയാവോ? ചെറുതായിട്ടത്. എനിക്ക് സന്തോഷമായില്ലേ നല്ലൊരു ഗിഫ്റ്റ് എനിക്ക് തരുമ്പോ? ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചോദിച്ചു വാങ്ങിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അല്ല പിന്നെ തെറ്റരുതല്ലോ. ഗിഫ്റ്റ് വാങ്ങിച്ചു കഴിയുമ്പോ പിന്നെ നിനക്ക് തെറ്റരുതല്ലോ. ഗിഫ്റ്റ് മാറിപ്പോയി എന്ന് തോന്നരുത്. ഇല്ല, എന്നാലും ഇങ്ങനെ വന്ന് ചോദിച്ച് വാങ്ങിച്ച് ഇത് വേണം എന്ന് പറഞ്ഞ് വാങ്ങിപ്പിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? ചൂണ്ടിക്കാണിക്കാന്ന് അങ്ങനെ ഞാൻ തന്നെ ചോദിച്ച് ഇറന്ന് വാങ്ങിയ ഗിഫ്റ്റ്. അങ്ങനെ ഇപ്പൊ തന്നെ കട കയറി അപ്പൊ തന്നെ വാങ്ങിച്ച് ഇറങ്ങി. ഹാപ്പി ബർത്ത്ഡേ. അതെ, താങ്ക് യു. XM6 കിട്ടി. XM6 കിട്ടി. അങ്ങനെ സാധനം വാങ്ങിച്ചു തന്നതിന്റെ നന്ദി കാണിക്കുന്നത് എന്റെ വണ്ടി ഓടിച്ച് ചോദിച്ചിട്ടാണ്. എനിക്കൊരു ഹെഡ്സെറ്റ് വാങ്ങിച്ചു തന്നിട്ട് എന്റെ വണ്ടി ഓടിച്ചാണ്. തന്റെ വണ്ടി എനിക്ക് ഉള്ളതല്ലാതെ പിന്നെ ഓടിക്കാന് എനിക്കറിയില്ല ഗൈസ്. എന്താ അറിയാൻ ഇത്രയും? ഞാൻ വീട്ടിലെത്തിയാ നിങ്ങളോട് ഞാൻ പറയാം. എന്താ? അയ്യോ ഇല്ല, കൊല കൊടുവേ. അയ്യോ, ഒരു മനുഷ്യൻ ഒരു കാര്യം ചെയ്യാൻ എന്റെ വണ്ടി വണ്ടിയില്ല. ഇവിടെ ഓരോരുത്തർക്കും ഓരോ ഇവിടെ റൂൾ അനുസരിച്ച്, വണ്ടിയുടെ റൂൾ അനുസരിച്ചല്ല, എന്താ ഇവിടുത്തെ ഹമ്പും കുഴികള് അനുസരിച്ചാണ് സിദ്ധാർത്ഥന്റെ വണ്ടി സൂക്ഷിച്ചോടിക്കാൻ വേണ്ടി. അല്ലാതെ ഇവിടെ റൂൾ അനുസരിച്ച് റൈറ്റ് സൈഡിൽ പോണം. അവിടെ ഹമ്പ് ഉണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെങ്കിലും പോണം. നേരെ പിടിക്കും. ഇത് ഞാൻ കാണിച്ചറിയാം ഇവിടെ എങ്ങനെ നിർത്തിയേക്കുന്നേ. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. പാർക്ക് ചെയ്യുന്നത് പുല്ലി കയറ്റി നിർത്തി. ഇവിടെ ഇതൊന്നും നിങ്ങൾ അറിഞ്ഞില്ല. ഇവിടെ റിവേഴ്സിൽ ഇട്ടിട്ടൊക്കെ ഫ്രണ്ടിലോട്ട് പോകാൻ പറഞ്ഞിട്ട് ആക്സിലേറ്റർ ഓട്ടി. ഇപ്പൊ ഞാനും ഇവളും പുറയിലത്തെ വീട്ടില് അവരുടെ ഗരാജിൽ കിടന്നേന്. ഒരു റീലിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ആള് റിവേഴ്സിൽ ഡീലൊക്കെ ഇട്ടിട്ട് തിരിഞ്ഞു നിന്നിട്ട് ആക്സിലേറ്റർ വിട്ടുന്നത്. അതേപോലെ ആയിരുന്നു ഇപ്പൊ. ഒന്നും പറയാനില്ല, നടന്ന സംഭവം ആയോണ്ടാണ്. എന്റെ ജീവൻ ബാക്കിയുള്ളത് കാര്യം. അതുകൊണ്ട് ഞാൻ ഫോണൊക്കെ ഓഫ് ചെയ്തിട്ട് പോയി. അയ്യോേ, ഞാൻ മര്യാദക്കകത്ത് കയറ്റിട്ട് തനിക്ക് പുല്ലരിച്ചിട്ട് കേറി പോയെന്ന് പറഞ്ഞിട്ടല്ലേ എന്നെ കൂടെ തിരിച്ചടിപ്പിച്ചത്. വണ്ടി കൊണ്ട് പുല്ല് ഇട്ടിട്ട് പറയാണ് ഇവിടെ ഫൈൻ വരും. നാട്ടിലെ പോലെ പുല്ലിലിടാൻ പറ്റത്തില്ല. നിർത്ത്. ശരി, എത്തി വീട്ടില് കേട്ടോ.